നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷ പരിപാടികൾ. ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ മെമ്പർക്കെതിരെ ഒരു കുട്ട മണ്ണുമായി കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനത്തോടെയാണ് നവരാത്രി ആഘോഷം ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷ പരിപാടികൾ. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് ഒരുമനയൂർ ബാലകൃഷ്ണനും സംഘവും നയിച്ച നാദസ്വരം അരങ്ങേറി. തുടർന്ന് ദേവസ്വം ജീവനക്കാരുടെ സമ്പൂർണ്ണ നെയ് നിറമാല സമർപ്പണം നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ പെരുവരം ശങ്കരനാരായണൻ മാരാർ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ എഴുത്തിനിരുത്താൻ കൊണ്ടുവരുന്ന രക്ഷിതാക്കളെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ക്ഷേത്രം എത്ര ദൂരെയുള്ള, എത്ര അകലെ താമസിക്കുന്നവരുടെ മനസ്സിൽ പോലും സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് എന്ന്. കലാകാരന്മാരെ ബഹുമാനിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ആരും നമ്മുടെ സമൂഹത്തിലില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരോട് പോലും ചില തർക്കങ്ങൾ സാധാരണ ഉണ്ടാവാറ്. രാഷ്ട്രീയ പ്രവർത്തകരുമായി സ്ഥിരം വിവാദങ്ങൾ ഉണ്ടാവാറ്. പക്ഷെ മിക്കപ്പോഴും കലാകാരന്മാരുമായി ഉള്ള നമ്മുടെ ബന്ധം അവരുടെ ഉയർച്ചയെ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ 100 കണക്കിന് കുട്ടികൾ അവരുടെ അരങ്ങേറ്റത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളിലും സ്ഥിരമായി അരങ്ങേറ്റങ്ങൾ നടത്തുന്നു. പ്രത്യേക ദിവസമൊന്നും പ്രാധാന്യമൊന്നും വേണമെന്നില്ല. അപ്പോൾ കലാകാരന്മാരെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് എക്കാലവും ഉണ്ടായത്. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പശ്ചാത്തലം നോക്കുമ്പോൾ വാദ്യമേളങ്ങളുടെയും അതുപോലെ തന്നെ പൂജയുടെയും ഒക്കെ ഒരു പശ്ചാത്തലം എല്ലാ ക്ഷേത്രങ്ങളിലുണ്ട്. ചെറുപ്പവലിപ്പമൊക്കെ ഉണ്ടാവും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവസ്വം പ്രസിഡന്റ് ആയുർദേവൻ സോമയാച്ചിപ്പാട് അധ്യക്ഷനായി. ദേവസ്വം സെക്രട്ടറി A. കുമാരൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ V. A. ഹരിദാസ് എന്നിവർ സംസാരിച്ചു. തിരുവുള്ളക്കാവ് ക്ഷേത്ര അനുഷ്ഠാന കലാപീഠത്തിലെ 14ാം ബാച്ച് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിന് ശേഷം ചേർപ്പ് സുന്ദര നൃത്ത കലാനിലയം അവതരിപ്പിച്ച നൃത്തങ്ങൾ, തൃശൂർ ലയമധുരം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള, ഇരിങ്ങാലക്കുട ഭരത് വിദ്വത് മണ്ഡലിന്റെ നൃത്തം എന്നിവ അരങ്ങേറി. ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ മെമ്പർക്കെതിരെ ഒരു കുട്ട മണ്ണുമായി കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് റോഡ് കയ്യേറി മതിൽ കെട്ടിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കെതിരെയാണ് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി വക ഒരു കൂട്ട മണ്ണുമായി പ്രതിഷേധ മാർച്ച് നടത്തിയത്. 2006 റോഡ് കയ്യേറി മതിൽ കെട്ടിയെന്നാണ് ആരോപണം. മതിൽ പൊളിക്കാൻ 20 വർഷമായി കോടതി വിധി വന്നിട്ടും മേൽക്കോടതിയിൽ അപ്പീൽ നൽകി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയാണ് മെമ്പറെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ആനക്കല്ലിൽ നടന്ന പ്രതിഷേധ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇവിടെ നിന്ന് അവണിശ്ശേരി പഞ്ചായത്തിലെ ഈ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്
ജില്ലാ പഞ്ചായത്തിലേക്ക് ഇവർ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ റോസലിയും അതുപോലെ തന്നെ ശ്രീ പ്രിയനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രദേശത്തെ ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഏത് ജനപ്രതിനിധി ആയാലും അവരെ അംഗീകരിക്കാൻ കേരളത്തിലെയോ അമൃത്സരിയിലോ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഒരു സമൂഹം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി അതിന് തടസ്സം നിൽക്കുന്നവർ ആരായിരുന്നാലും ആ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട പഞ്ചായത്തുകളും ജില്ലാധികാരികളും ചെയ്യുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാവും എന്ന് പറയാൻ അവസരം ഉപയോഗിക്കുകയാണ്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. ബ്ലോക്ക് ഭാരവാഹികളായ KP അനൂപ്, CK നന്ദകുമാർ, MB ശ്രീജിത്ത്, രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, NR ചന്ദ്രൻ, റോസ്ലി ജോയ്, VI ജോൺസൺ, രശ്മി ബൈജു, അഖിൽ നടുവത്ത്, VR ജിനീഷ്, MR അതുൽ, INTC മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനത്തോടെയാണ് നവരാത്രി ആഘോഷം ആരംഭിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ KP അജയൻ ഭദ്രദീപം തെളിയിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദേവിയുടെ, പരാശക്തിയുടെ, ജഗദംബികയുടെ വിവിധങ്ങളായ ഭാവങ്ങളെ അനുസ്മരിച്ച് പ്രകീർത്തിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി ആചരിക്കേണ്ടുന്ന ഒരു വലിയ വിശിഷ്ടമായ ആത്മീയ ചടങ്ങാണ് നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ളത്. നവരാത്രി ആഘോഷത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഇന്ത്യയുടെ വടക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ 3 ദിവസം ദുർഗാസങ്കല്പമായി കണക്കാക്കി ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് ശത്രുക്കളിൽ നിന്നും ശത്രുമോക്ഷത്തിൽ നിന്നും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ആ 3 ദിവസത്തിന് ശേഷം പിന്നീട് വരുന്ന 3 ദിവസങ്ങൾ മഹാലക്ഷ്മിയായി സർവ്വസമ്പൽ സമർത്ഥിക്കും ഐശ്വര്യത്തിനും വേണ്ടി മഹാലക്ഷ്മിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നീടുള്ള 3 ദിവസങ്ങൾ സരസ്വതി ദേവിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സർവശക്തിയും അതുപോലെ തന്നെ സമ്പത്തും എല്ലാം ഉണ്ടെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. അങ്ങനെ ബുദ്ധിയിലും ജ്ഞാനത്തിലേക്കും എത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു മഹോത്സവമാണ് സരസ്വതി ഉത്സവമായ ഈ നവരാത്രി ഉത്സവം. ഉപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ അധ്യക്ഷയായി. കഥകളി ആചാര്യൻ കലാനിലയം ഗോപി, കൂടിയാട്ടം കലാകാരി ഉഷ നങ്ങ്യാർ എന്നിവർ മുഖ്യാതിഥികളായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ, തിരുവാഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരി നമ്പൂതിരി, ഊരകം ദേവസ്വം ഓഫീസർ M സുധീർ, സെക്രട്ടറി AK സതീശൻ, VT രാജേഷ് എന്നിവർ സംസാരിച്ചു. യുവാക്കളെ വീട്ടിൽ കയറി ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച അമ്മയ്ക്ക് മാനഹാനി വരുത്തുകയും ചെയ്ത കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. കേസിലെ പരാതിക്കാരൻ നേരത്തെ പ്രതികൾക്ക് മോട്ടോർ സൈക്കിൾ വിൽപ്പന നടത്താമെന്നേറ്റിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് പരാതിക്കാരൻ പിന്മാറുകയായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഞായറാഴ്ച നടന്ന ആക്രമണ സംഭവത്തിന് പിന്നിലുണ്ടായത്. പുലർച്ചെ 3:30യോടെ പരാതിക്കാരന്റെ പാലക്കലിലുള്ള വീട്ടിൽ പ്രതികൾ അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് പ്രതികൾ പരാതിക്കാരന്റെ ജ്യേഷ്ഠനെയും സുഹൃത്തുക്കളെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന 3 മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തു. തുടർന്ന് പരാതിക്കാരനെ ഇരുമ്പ് കമ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഇത് തടയാൻ ചെന്ന പരാതിക്കാരന്റെ അമ്മയെ കയ്യിൽ കയറി പിടിച്ച പ്രതികൾ തള്ളി വീഴ്ത്തി മാനഹാനി വരുത്തുകയായിരുന്നു. കേസിൽ പ്രതികളായ കരുവന്നൂർ സ്വദേശി നെടുമ്പുരക്കൽ വീട്ടിൽ ഷമീർ, ഊരകം പനംകുളം സ്വദേശി വെളിയത്ത് വീട്ടിൽ മണി എന്ന രാജീവൻ, ആറാട്ടുപുഴ സ്വദേശി തേലപ്പിള്ളി വീട്ടിൽ ദേവദത്തൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്.
നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പ്രതികളിൽ ഷമീർ ഇരിങ്ങാലക്കുട, ചേർപ്പ്, വലപ്പാട്, മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 5 കേസുകളിലും 3 അടിപിടി കേസിലും ഉൾപ്പെടെ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മറ്റൊരു പ്രതിയായ രാജീവൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 1 കേസിലും പൊതുസ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത കേസിലെയും പ്രതിയാണ്. ദേവദത്തൻ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, SI സജിബാൽ, ഗ്രേഡ് സീനിയർ CPO അനീഷ്, CPOമാരായ റിൻസൻ, മുഹമ്മദ്, റിൻസൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 3 പുതിയ LED മിനി മാസ് ലൈറ്റുകൾ പ്രകാശിതമായി. MLAയുടെ ആസ്തി വികസന ഫണ്ട് ചിലവഴിച്ചാണ് LED മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഗുരുജി നഗർ, ഹരിശ്രീ റോഡ്, ചെറുവത്തേരി കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് പുതിയ LED മിനിമാസ് ലൈറ്റുകൾ സജ്ജമാക്കിയത്. MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടാണ് ഇതിനായി ചെലവഴിച്ചത്. CC മുകുന്ദൻ MLA ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സായ രാമചന്ദ്രൻ, VI ജോൺസൺ, KA പ്രദീപ, NB ശ്രീജിത്ത്, CPI ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് കൃഷ്ണൻ, മധു കാട്ടുങ്ങൽ, ES പ്രതീഷ് എന്നിവർ സംസാരിച്ചു. ചെറുവത്തേരി കീഴേത്രിക്കോവിൽ ക്ഷേത്രത്തിൽ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഈ മാസം 28-ന് യജ്ഞം സമാപിക്കും. ഞായറാഴ്ച രാവിലെ 5 മണി മുതൽ മഹാഗണപതി ഹോമം തുടങ്ങി വിശേഷാൽ പൂജകൾക്ക് തുടക്കമായി. വൈകിട്ട് നിറമാലയും ദീപാരാധനയും നടന്നു. തുടർന്ന് വൈകിട്ട് 6:30 യജ്ഞത്തിന് തുടക്കം കുറിച്ച ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. കീഴേത്രിക്കോവിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് VV സുരേഷ് കുമാർ അധ്യക്ഷനായി. വാസുദേവൻ സോമയാജിപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു. കീഴേത്രിക്കോവിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം 4 നൂറ്റാണ്ടിലേറെയായി മഹത്തായ ഭാഗവത പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റെവിടെയും സപ്താഹമില്ലാത്തൊരു കാലഘട്ടത്തിൽ ആരംഭിച്ച് അതിൻ്റെ വിജയക്കൊടി എന്ന് വേണമെങ്കിൽ പറയാം പാലിച്ചിട്ടുള്ളൊരു പ്രവർത്തന പാരമ്പര്യമാണ് കീഴേത്രിക്കോവിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒട്ടേറെ ഭാഗവത ആചാര്യന്മാരെ കൊണ്ട് അവരുടെ അനുഗ്രഹം കൊണ്ട് സമ്പന്നമായിട്ടുള്ളതാണ് ഈ വേദി. വളരെയേറെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളോടെ സപ്താഹം നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഭാഗവത സപ്താഹം നടക്കുന്നു. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കീഴേത്രിക്കോവിലെ സപ്താഹത്തിൽ പങ്കെടുക്കാൻ മറ്റു പ്രദേശങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നുമൊക്കെ ഭക്തജനങ്ങൾ എത്താറുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി CR ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി NB ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ ഭാഗവത മയൂരം തോട്ടം നാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ചെറുവത്തേരി ശ്രീദേവി രാമൻ നമ്പീശൻ, ബ്രഹ്മശ്രീ കിഴനെല്ലൂർ പരമേശ്വരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കരിപ്പം കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായി. സപ്താഹം വരെയുള്ള ദിവസങ്ങളിൽ നട തുറക്കലിനു ശേഷം രാവിലെ 5:30 മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് 6 മണി മുതൽ യജ്ഞമണ്ഡപത്തിൽ നാമസങ്കീർത്തനം, പൂജ, സൂക്തജപം, സമൂഹ വിഷ്ണുനാമജപം, കീർത്തനങ്ങൾ, ഭാഗവത പാരായണം, പ്രഭാഷണം എന്നിവ നടക്കും. വൈകിട്ട് പ്രധാന കഥാസന്ദർഭത്തിനു ശേഷം നിറമാലയും ഭജൻസും ഉണ്ടാകും. 2ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് 6:30 ചെറുവത്തേരി വിഘ്നേശ്വര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. 2ാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് 6:30 ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ ചാക്യാർകൂത്ത് അവതരിപ്പിക്കും. 5ാം ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. കീഴേത്രിക്കോവിൽ ഭജനയും ചെറുവത്തേരി മാതൃസമിതി തിരുവാതിരക്കളിയും അവതരിപ്പിക്കും. 6ാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് 6-ന് സർവൈശ്വര്യ പൂജയും ഉണ്ടാകും. 7ാം ദിവസമായ ഈ മാസം 28-ന് ഞായറാഴ്ച ഭാഗവതത്തിലെ 12ാം അധ്യായം, അവതാരം എന്നീ പാരായണങ്ങളാൽ സമർപ്പിക്കപ്പെടും. തുടർന്ന് മഹാപ്രസാദ ഊട്ട്, ആചാര്യ ദക്ഷിണ സമർപ്പണം എന്നിവയോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമാകും. അദ്ദേഹം തിരുനാമാചാര്യനാണ്. തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം എന്ന് പറഞ്ഞ ആചാര്യൻ നാവിനോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നാമം ജപിക്കുമ്പോൾ
ലജ്ജയില്ലാതെ നാമം ജപിക്കണമെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ നാമം തന്നെ ഒന്നിങ്ങനെ നീട്ടി ജപിച്ചു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ജപിക്കാൻ പറ്റുമോ എന്നൊന്ന് നമുക്ക് നോക്കാം. നാരായണ 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 നാരായണ. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പൊതുയോഗം. പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി ആർ വോഗീസ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം ഇ എ ഷാബിർ അനുശോചന പ്രമേയവും സെക്രട്ടറി ഇൻചാർജ് വിലാസ് വരവ് ചെലവ് കണക്കുകളും അനുബന്ധ റിപ്പോർട്ടുകളും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത, ഡയറക്ടർ സി വി സുധീരൻ, ഭരണസമിതി അംഗങ്ങളായ വി വി സാജൻ, ഭോജൻ കാരണത്ത്, സി എം ഷക്കീർ, വനജ രാജൻ, ഡെന്ന ഡേവിസ്, സുസ്മി സലീഷ്, ശ്രീജിത്ത് ശ്രീനിവാസൻ, ഇ ആർ ജിഷ്രാജ് എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 44-കാരന് ഇരട്ട ജീവപര്യന്തവും 5 വർഷം കഠിന തടവും. ചേർപ്പ് തിരുവുള്ളക്കാവ് സ്വദേശി കാർത്തിക്കിനെയാണ് തൃശൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2023 മുതൽ 2024 ജൂൺ വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളിലായി പ്രതിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പീഡനം. ഭീഷണിപ്പെടുത്തിയും ദേഹോപദ്രവം ഏൽപ്പിച്ചുമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പ്രതിയുടെ ഭാര്യയും മക്കളും അമ്മയും വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് പീഡിപ്പിക്കാറുള്ളത്. കേസിൽ 15 സാക്ഷികളെ വിസ്തരിക്കുകയും 25 രേഖകളും 3 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത, അഡ്വക്കേറ്റ് ഋഷി ചന്ദ് എന്നിവർ ഹാജരായി. പുള്ളിൽ വയോധികനായ കൊച്ചു വേലായുധന് പുതിയ വീടൊരുങ്ങുന്നു. CPIM വാഗ്ദാനം ചെയ്ത വീടിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. BJPയുടെ കലുങ്കുതറയിലെ വികസന സംവാദത്തിനിടെ സുരേഷ് ഗോപി MPക്ക് മുന്നിൽ അപമാനിതനായി നാടിന്റെ ശ്രദ്ധ നേടിയ വയോധികനാണ് കൊച്ചുവേലായുധൻ. കഴിഞ്ഞ 12-ന് പുള്ള് കാർത്യായനി ക്ഷേത്രത്തിന് മുന്നിലെ ആൽമര കലുങ്കുതറയിലായിരുന്നു കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി MPയുടെ വികസന സംവാദം. തന്റെ വീടിന്റെ തകർച്ചയ്ക്ക് പരിഹാരം തേടിയുള്ള നിവേദനവുമായി എത്തിയ കൊച്ചുവേലായുധനെ MP നിവേദനം വാങ്ങാതെ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. സംഭവത്തിന്റെ പിറ്റേന്ന് തന്നെ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വയോധികനെ സന്ദർശിച്ച പുതിയ വീടിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു. പ്രഖ്യാപനം നടത്തി 10-ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ തന്നെ വീടിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KK അനിൽ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, CPM ചെയർ ഏരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, CPM നേതാക്കളായ സെബി ജോസഫ്, KS മോഹൻദാസ്, MV മുഖേഷ്, NG ജയരാജ്, KR പ്രജിത്ത, PV സുബ്രഹ്മണ്യൻ, ചാഴൂർ കുറുമ്പിലാവ് ലോക്കൽ സെക്രട്ടറിമാരായ K ഗോപി, CA ശങ്കരൻ, CPM പുള്ള് ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് KS ശേഖേഷ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ VR ബിജു എന്നിവർ സംസാരിച്ചു. CPM പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചിറക്കൽ GLP സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ്. CC മുകുന്ദൻ MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ MK രമേശ്, അന്തിക്കാട് BPC ഡോക്ടർ K ഉമാദേവി, PTA പ്രസിഡന്റ് AC സുജിത്ത് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. BJP താന്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ശില്പശാല നടന്നു. കരുവാംകുളം SNDP യൂണിയൻ ഹാളിലായിരുന്നു ശില്പശാല. BJP തൃശൂർ സിറ്റി ജനറൽ സെക്രട്ടറി PK ബാബു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV വിനോബ് അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷ പ്രവീൺ, P കൃഷ്ണനുണ്ണി, NS സുഗതൻ, പ്രകാശൻ കണ്ടങ്ങത്ത്, പ്രേമദാസ് വെങ്ങാലി, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ കാറയിൽ, CR രാധിക, കവിത ഷൺമുഖൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. നെടുപുഴ, വടൂക്കര, കുറുക്കഞ്ചേരി എന്നിവിടങ്ങളിലുള്ള ഓട്ടോ യാത്രക്കിടെ വോട്ടേഴ്സ് ലിസ്റ്റും മറ്റ് രേഖകളും അടങ്ങിയ കവർ നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ 9946542926 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. CPIM വെങ്ങിണിശ്ശേരി മുൻ ലോക്കൽ സെക്രട്ടറി പരേതനായ മുണ്ടനാട്ടുപറമ്പിൽ MS ബാക്കുലായം ഭാര്യ സതി നിര്യാതയായി. 77 വയസ്സായിരുന്നു. പാർലത്തെ ഗ്രാമസ്വരം പത്രത്തിന്റെ പത്രാധിപർ MB അജയഘോഷ്, അമ്പിളി ശശി എന്നിവർ മക്കളാണ്.
ദർശന, റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ KV ശശി എന്നിവർ മരുമക്കളുമാണ്. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,365 രൂപ, പവന് 82,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷ പരിപാടികൾ. ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ മെമ്പർക്കെതിരെ ഒരു കുട്ട മണ്ണുമായി കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനത്തോടെയാണ് നവരാത്രി ആഘോഷം ആരംഭിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.